ഗസയിലെ വെടിനിർത്തൽ കരാറിന് ഈ ആഴ്ച അന്തിമ രൂപമാകും എന്ന് അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,000 കടന്ന സന്ദർഭമാണിത്. അന്താരാഷ്ട്ര കോടതികൾ വരെ വെടിനിർത്താൻ ആവശ്യപ്പെട്ടിട്ടും കുഞ്ഞുങ്ങളെയടക്കം ഇസ്രായേൽ കൊന്നുതള്ളുന്നു. ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ കരാറിനു വേണ്ടിയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടൽ ഫലം കാണുമോ? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഇറാനും ഹിസ്ബുള്ളയും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും യുദ്ധം പശ്ചിമേഷ്യയിലാകെ വ്യാപിക്കും എന്നുമുള്ള ആശങ്കയ്ക്കിടെയാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും ചേർന്ന് വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചത്. ഇസ്രായേലും ഹമാസും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന് 3 രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയായിരുന്നു. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇസ്രായേൽ സമ്മതിച്ചു. ഹമാസിൻ്റെ മറുപടി മറ്റൊരു രൂപത്തിലായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തൽ കരാറിൻ്റെ ഒരു കരട് അവതരിപ്പിച്ചു. ആഴ്ചകളോളം ചർച്ച ചെയ്ത് ജൂലൈയിൽ ഹമാസ് അടക്കം അത് സമ്മതിക്കുകയും ചെയ്തു. ആ കരാർ നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്നായിരുന്നു ഹമാസിൻ്റെ ഇപ്പോഴത്തെ മറുപടി. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ കരാർ അനിവാര്യമാണെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ്, മുൻ മന്ത്രി ബെന്നി ഗാൻസ് എന്നിവർ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ഓഗസ്റ്റ് 15-ന് ദോഹയിൽ ചർച്ച നടന്നു. ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തില്ല. അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലായിരുന്നു ചർച്ച. മൊസാദ് തലവൻ ഡേവിഡ് ബേണിയ, ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റിൻ്റെ മേധാവി റോനൻ ബാർ, മിലിറ്ററി ഹോസ്റ്റേജ് ചീഫ് നിറ്റ്സാൻ അലോൺ എന്നിവർ ഇസ്രായേൽ പക്ഷത്തു നിന്ന് ചർച്ചയിൽ പങ്കെടുത്തു. CIA മേധാവി ബിൽ ബേൺസും ചർച്ചയുടെ ഭാഗമായിരുന്നു. ചർച്ച അവസാനിച്ച ഉടനെ ഈ ചർച്ച ഗുണപരമാണ് എന്നും അടുത്തയാഴ്ച കൂടിയാലോചനകൾ കൈറോയിൽ തുടരുമെന്നും അമേരിക്കയും ഈജിപ്തും ഖത്തറും അറിയിച്ചു. മെയ് 31-ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും UN സുരക്ഷാ കൗൺസിൽ പ്രമേയവും മുൻനിർത്തിയുള്ള സമാധാന പദ്ധതിയെ അടിസ്ഥാനമാക്കിയാകും തുടർ ചർച്ചകൾ. അടുത്ത ഘട്ടത്തിൽ ബന്ദിമോചനം, വെടിനിർത്തൽ കരാർ, അതിർത്തിയിലെ നിയന്ത്രണം, മാനുഷിക സഹായം തുടങ്ങിയ വിഷയങ്ങളിൽ സാങ്കേതിക സംഘം വിശദമായ പരിശോധന നടത്തി അന്തിമ ധാരണയിൽ എത്തുമെന്നും മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിക്കുന്നു. ഇതാദ്യമായി കരാറിനോട് അടുത്തെത്തിയിരിക്കുകയാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഈ പ്രസ്താവനകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ ഒരു പ്രതികരണം വന്നു. മധ്യസ്ഥരുടെ നിർദ്ദേശങ്ങളിൽ പുതിയ ഉപാധികൾ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ചർച്ചയെ അട്ടിമറിക്കുകയാണ് എന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തുന്നത്. 6 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഗസയെ ആക്രമിക്കാൻ അനുമതി നൽകുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ രേഖാമൂലം ഉറപ്പു നൽകണം എന്നാണ് നെതന്യാഹുവിൻ്റെ പുതിയ ആവശ്യം. ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങില്ല. ഗസക്കും ഈജിപ്തിനും ഇടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേൽ സേന തുടരുമെന്നും നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിക്കുന്നു. തത്വത്തിൽ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ ഒരു കുടില തന്ത്രം മാത്രമാകും പുതിയ വെടിനിർത്തൽ കരാർ എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഈ ഉപാധികളുമായി വെടിനിർത്തൽ കരാർ നടക്കില്ല എന്ന് പറയുകയാണ് ഹമാസ്. ഗസയിലെ കൂട്ടക്കുരുതി പൂർണ്ണമായും അവസാനിപ്പിച്ച് സൈന്യത്തെ ഇസ്രായേൽ പിൻവലിക്കാൻ സമ്മതിക്കാതെ ഒരു കരാറിലും തങ്ങൾ ഒപ്പിടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസ്. ഏതായിരുന്നാലും വെടിനിർത്തൽ ചർച്ചകളെ ഏകോപിപ്പിക്കാൻ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി. ബ്ലിങ്കൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. നെതന്യാഹുവിൻ്റെ താൽപ്പര്യങ്ങൾക്ക് ബ്ലിങ്കൻ വഴങ്ങിയതാണോ അതല്ല മധ്യസ്ഥ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് നെതന്യാഹു വഴങ്ങിയതാണോ എന്ന് ഇനി വ്യക്തമാകാനുണ്ട്. ഹമാസ് മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നതിൽ നിന്ന് ഇറാനും ഹിസ്ബുള്ളയും പിൻവാങ്ങിയിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അവരും ഈ ചർച്ചയുടെ ഗതി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് ബ്ലിങ്കൻ നേരെ കൈറോയിലേക്കാണ് തിരിച്ചത്. ഇസ്രായേൽ സംഘവും കൈറോയിൽ എത്തുന്നുണ്ട്. ഈ ആഴ്ചയുടെ അവസാനം കൈറോയിൽ വെടിനിർത്തൽ ചർച്ച അവസാനിക്കുമ്പോൾ 2-1 സംഭവിക്കും. ഒന്ന്, ഹമാസ് ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു സമ്പൂർണ്ണ വെടിനിർത്തൽ, അല്ലെങ്കിൽ കരാറില്ലാത്ത സമ്പൂർണ്ണ പശ്ചിമേഷ്യൻ യുദ്ധം.